ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. ഉടനെ തന്നെ വരുന്നൊരു എപ്പിസോഡാണ്. അതായത് ഗ്രേസമ്മയോട് ആ റൂമൊക്കെ തുറന്ന് നോക്കിക്കോട്ടെ, അത് അവിടെ ക്ലീൻ ചെയ്തോട്ടെ എന്ന് അനുവാദം വാങ്ങുന്നുണ്ടല്ലോ രേവതിക്കുട്ടി. അങ്ങനെ ഗ്രേസമ്മ അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നാൽ നീ ക്ലീൻ ചെയ്യ്, നീ പറഞ്ഞതുപോലെ ചെയ്യാം, നീ പറഞ്ഞപ്പോൾ എനിക്കും അതിനോടൊരു ഇഷ്ടം തോന്നുന്നു, അങ്ങനെയാകുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയണ ഗ്രേസമ്മയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാകെ വൃത്തികേടായിട്ടിരിക്കില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ റൂം പോലെയാണ് ഇപ്പോൾ അത് കാണുന്നത്, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയണ ഗ്രേസമ്മ. രേവതിക്കുട്ടി പറയുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ റൂം പോലെയാണ് ഇപ്പോൾ ആ റൂം കാണുന്നത്, അത് ഒക്കെ വൃത്തിയാക്കി എല്ലാ ദിവസവും ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമുക്ക് വൈകുന്നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഈ വൈബ് കിട്ടും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ അതിന് അനുവാദം കൊടുക്കുകയാണ്. നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, നീ ചെയ്തോ എന്ന് പറയാട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് രേവതിക്കുട്ടിക്ക്. അങ്ങനെ രേവതിക്കുട്ടി ആ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണേ. അങ്ങനെ രേവതിക്കുട്ടി ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണല്ലോ. നേരത്തെ തന്നെ അതിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു പെൺകുട്ടിയുടെ. അതായത് അതാരാണെന്ന് ഗ്രേസമ്മ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജോമോൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് ഷെറിൻ എന്നാണ് കുട്ടിയുടെ പേര് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ താഴെ വീണ് കിടക്കുകയായിരുന്നല്ലോ ഫോട്ടോ, അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണതല്ലേ. അങ്ങനെ രേവതിക്കുട്ടി ആദ്യം തന്നെ ചെന്നിട്ട് ആ ഫോട്ടോയാണ് എടുക്കുന്നത്. അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ സൂക്ഷിച്ച് നോക്കുന്തോറും അവൾക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം പോലെ തോന്നുകയാണേ. ഷെറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള കണ്ണുകളൊക്കെ നല്ല പരിചയമുള്ള കണ്ണുകൾ പോലെ തോന്നുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി കുറേ നേരം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി. അതിനുശേഷം ആ ഫോട്ടോ അവിടെ വെക്കുകയാണ്. പിന്നീട് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പം അലമാരയും ബെഡും ബെഡ്ഷീറ്റും ഒക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. വൃത്തിയിൽ നീറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഫുള്ള് പൊടി പിടിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി അകത്തേക്ക് കയറിയിട്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം തന്നെ മാറാലയൊക്കെ അടിച്ച് പൊടിയൊക്കെ ജനലൊക്കെ തുറന്നിട്ടു. അത് ഇച്ചിരി വെളിച്ചവും കാറ്റും ഒക്കെ അകത്തേക്കിട്ട് കയറട്ടെ എന്ന് കരുതിയിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് മാറാല അടിച്ച് ജനലിലെയും വാതിലെയൊക്കെ പൊടികളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബെഡും ബെഡ്ഷീറ്റൊക്കെ മാറ്റി കട്ടിലും എല്ലാ സ്ഥലവും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കുകയാണ്. അലമാരിയൊക്കെ ഉണ്ട്, അലമാരിയിലൊക്കെ ഒരുപാട് ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതിൽ ജോമോൻ്റെ കുറേ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ആ റൂമിൽ. ഒരു ക്രിക്കറ്റ് ബാറ്റും ബോളും അതുപോലെ ഒരു ഗിറ്റാറൊക്കെ ഉണ്ട്. ആ റൂമിൽ ഒരു ഗിറ്റാറൊക്കെ ഉണ്ട്. അപ്പം രേവതിക്കുട്ടി ഇതെല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ വെക്കുന്നുണ്ട്, പൊടിയൊക്കെ തട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ അലമാരയും ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി കട്ടിലും എല്ലാ സ്ഥലങ്ങളും തുടച്ച് അവസാനം ആ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ അവിടെ. ആ ടേബിളിലാണ് കുറച്ച് ഫോട്ടോസും ഫ്രെയിം ചെയ്ത ഫോട്ടോസും ജോമോൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. ജോമോനും ഗ്രേസമ്മയും മാമച്ചാനും നിൽക്കുന്ന ഫോട്ടോയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആ ടേബിളിലുള്ള സാധനങ്ങളും ഡയറിയൊക്കെ ഇങ്ങനെ നന്നാക്കി എടുത്ത് വെക്കുന്ന സമയത്താണ് ഒരു ഡയറി രേവതിക്കുട്ടിയുടെ കണ്ണിൽ പെടുന്നത് കേട്ടോ. അപ്പോൾ ആ രേവതി ആ ഡയറി എടുത്തിട്ട് അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതൊരു പേഴ്സണൽ ഡയറിയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഡയറിയിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഷെറിനെ കണ്ടുമുട്ടിയ ദിവസം മുതലുള്ള കാര്യങ്ങളും അതുപോലെ ഓരോ ദിവസം ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കൂടുതലൊന്നും നോക്കാതെ ഇങ്ങനെ ഓരോ പേജും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ നോക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ ലാസ്റ്റ് പേജ് എത്തുമ്പോൾ അത് തീർന്നു. കുറച്ച് ലാസ്റ്റിൽ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറി എഴുതിയത് അവസാനിച്ചു, പിന്നെ അങ്ങോട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കാം എഴുതിയത് എന്ന് ഓർത്തിട്ട് ആ ലാസ്റ്റ് പേജിലുള്ളത് മാത്രം വായിക്കുക കേട്ടോ. അപ്പോൾ അതിലെഴുതിയത് വായിച്ചിട്ട് രേവതിക്കുട്ടി ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും രേവതിക്കുട്ടിക്ക് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ആകെ ഷോക്കാവുകയാണ്. ഇവർ ഒരുമിച്ച് റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡയറിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പേജിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെറിൻ വിളിച്ച കാര്യം പറഞ്ഞിട്ടാട്ടോ അതിൽ എഴുതിയിട്ടുള്ളത്. ഷെറിൻ വിളിച്ചിരുന്നു, ഇന്ന് അവൾ വിളിച്ചിരുന്നു, ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് വിളിച്ചു. അവളാകെ ടെൻഷനിലാണെന്ന് പറഞ്ഞു. എന്താ ഇപ്പോൾ ചെയ്യുക, വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന് മുന്നേ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതൊക്കെ അറിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാകും, ചാച്ചനും അമ്മച്ചിയും ചേട്ടായിയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവളിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഡയറിയിൽ.
അപ്പോൾ അതൊക്കെ രേവതിക്കുട്ടി വായിച്ചിട്ട് രേവതിക്കുട്ടി ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. അത് ജനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. ഇവരിങ്ങനെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ആ ഷെറിൻ ചേച്ചി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ അതും മൊത്തം അവിടെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം രേവതിക്കുട്ടി വന്നിട്ട് ഗ്രേസമ്മയോടും മാമച്ചായനോടും പറയുന്നുണ്ട്, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ലാസ്റ്റ് എഴുതിയത് ആ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് അവൻ ഷെറിനെ കാണാൻ പോയതാണ്. ആ കാണാൻ പോയ സമയത്താണ് ആക്സിഡൻ്റ് ആയത്, അങ്ങനെ മരിക്കുന്നതും. അപ്പോൾ അതിന് ശേഷം വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ പക്ഷേ വർക്കിംഗ് അല്ല, അത് സ്വിച്ച്ഡ് ഓഫാണ്. കുറേ വർഷങ്ങളായിട്ട് അതിങ്ങനെ ഓൺ ചെയ്യാതെ ഇരിക്കുന്നത് കാരണം സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് ഒരു പക്ഷേ കിട്ടുമെന്ന് രേവതിക്കുട്ടിക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി വന്നിട്ട് ഗ്രേസമ്മയോട് ഇങ്ങനെ ഇക്കാര്യം പറയാട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ നീ പറ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്ന് പറയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണല്ലോ നിന്നോട് തുടച്ച് വൃത്തിയാക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റിയും അങ്കിളും വന്നൊന്ന് നോക്ക്, ഇപ്പോൾ എങ്ങനെയാണ് ആ റൂമിൽ ഇരിക്കുന്നതെന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഗ്രേസമ്മയും മാമച്ചാനെയും കൂടെ കൂട്ടി ആ റൂമിലേക്ക് പോവുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചാനും ആ റൂമിലേക്ക് ചെല്ലുമ്പം ജോമോൻ്റെ ഒരു വലിയ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലൊരു മെഴുകുതിരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ മാമച്ചാനും ഗ്രേസമ്മയും ജോമോനും നിൽക്കുന്ന ഫോട്ടോയും ജോമോനും ഷെറിയും നിൽക്കുന്ന ഫോട്ടോയും ഷെറിയുടെ മാത്രം ഫോട്ടോയും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ ഓരോന്നും ഓരോ രീതിയിൽ ഓർഡറാക്കി വെച്ചിട്ടുണ്ട് രേവതിക്കുട്ടി. അങ്ങനെ എന്നിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് ആ ഡയറി എടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷവും സങ്കടമൊക്കെ കൂടി ഇത്രയും നാൾ ഈ റൂമിലേക്ക് കയറിയില്ലല്ലോ മോനെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഗ്രേസമ്മയും മാമച്ചായനും കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, സാരമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അറിയാതെ ചെയ്തൊരു പ്രവൃത്തിയാണ്, പക്ഷെ അതിലൂടെ ഒരു കാര്യം അറിയാൻ പറ്റിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ നീ പറയാമെന്ന് പറയുമ്പം ജോമോൻ ചേട്ടൻ്റെ ഡയറി ഞാനൊന്ന് എടുത്തു, അതൊന്ന് വായിച്ചു എന്ന് പറയണം. നീ എന്തിനാ അതൊക്കെ എടുക്കാൻ പോയത്? അത് അവൻ്റെ പേഴ്സണൽ ഡയറി ആയിരുന്നു, ഞങ്ങൾ പോലും അതൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയാണ് ഗ്രേസമ്മ. ഞാനൊന്ന് അറിയാതെ എടുത്തു പോയതാണത്, അപ്പോൾ അതിലൂടെ എനിക്കൊരു കാര്യം അറിയാൻ പറ്റിയെന്ന് പറയണം. എന്താ നിനക്ക് അറിയാൻ പറ്റിയത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി വേഗം പോയിട്ട് ആ ഡയറി എടുക്കണം, ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നീ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയണം. അല്ല, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയുടെ കയ്യിൽ ആ ഡയറി കൊടുക്കണം. എന്താ ഗ്രേസമ്മയെന്ന് മാമച്ചായൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇവൾ എന്തൊക്കെയോ പറയുന്നു, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രേസമ്മ ഡയറി എടുത്ത് വായിക്കുകയാണ്. ആ ഡയറി വായിച്ചത് ഗ്രേസമ്മ ഷോക്കാവുക കേട്ടോ. ആകെ ഞെട്ടിപ്പോവാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ. അപ്പോൾ ഗ്രേസമ്മ ആ ഡയറി വേഗം മാമച്ചായന് കൊടുക്കുകയാണ്. എന്ത് പറ്റിയെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ ഇത് വായിച്ചു നോക്ക് മാമച്ചായ, നോക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മാമച്ചായനും അത് വായിച്ചു നോക്കണം. മാമച്ചായനും ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ അതിനുശേഷം ഷെറിനെ കുറിച്ച് ഇവരൊന്നും ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ മകൻ പോയി, അതുകൊണ്ട് പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയം മുതൽ ഗ്രേസമ്മയും മാമച്ചാനും ആകെ എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ഷെറിൻ വിവാഹം കഴിച്ചിട്ടുണ്ടാവോ അതോ ആ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടുണ്ടാവോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ചിലപ്പോൾ ആ കുഞ്ഞിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും, കാരണം ഇത്രയും അവൻ മരിച്ചും പോയില്ല, അവൾക്ക് വേറെ വിവാഹം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനെ കളഞ്ഞിട്ടുണ്ടാകും, എന്നിട്ട് വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ നേരെ തിരിച്ചാണെങ്കിലോ, അവർ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കണം. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ അന്വേഷിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല, പിന്നെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് ചെല്ലുക എന്നൊക്കെ ഗ്രേസമ്മ പറയണം. അങ്ങനെ എന്താണെങ്കിലും ഗ്രേസമ്മയുടെയും മാമച്ചായൻ്റെ മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയാണ്. ഇനി അതിൻ്റെ സ്റ്റോറി ആട്ടോ ഇനി വരാനൊക്കെ പോകുന്നത്. അതായത് ഗ്രേസമ്മയുടെയും മാമച്ചായൻ്റെയും പേരക്കുട്ടിയായിട്ട് ചിന്നുമോളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.